നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ട്രെയിനുണ്ട്, ബസ്സുണ്ട്, വിമാനമുണ്ട്, അതുപോലെ ഓട്ടോറിക്ഷയുണ്ട്, ടാക്സിയുണ്ട്. ഇതൊക്കെ പൊതുഗതാഗതം എന്ന് പറയാൻ പാടില്ല, പൊതുവെ ആളുകൾ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഇതിലൊക്കെ അനുമാനിക്കാം. ഇതിൽ KSRTC ബസ്സും ട്രെയിനുമൊക്കെ നമ്മുടെ പൊതുഗതാഗത സംവിധാനം സർക്കാർ നിയന്ത്രണത്തിലുള്ളതാണ്. ധാരാളം ആളുകൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഈ ബസ്സും അതുപോലെ തന്നെ ട്രെയിനുമൊക്കെ. അപ്പോൾ ബസ്സിലും ട്രെയിനിലുമൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാറുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്. സ്ത്രീകൾക്ക് മാത്രമുള്ള ബസ്സുണ്ട്, സ്ത്രീകൾക്ക് മാത്രമുള്ള കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ബസ്സുകൾക്കുള്ളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒന്ന് പരിശോധിച്ചാൽ ഒരു 10 കേസെങ്കിലും സംഭവമെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലൈംഗിക അതിക്രമമാണ്. നമ്മുടെ KSRTC ബസ്സുകളിൽ, നമ്മുടെ ആനവണ്ടികളിൽ അരങ്ങേറുന്ന ലൈംഗിക അരാജകത്വം പലപ്പോഴും വലിയ വാർത്തയായി തന്നെ ഉണ്ട്. അപ്പോൾ ഈ വാർത്ത അവതരിപ്പിച്ചപ്പോൾ റിപ്പോർട്ടർ TV-യിലെ ലേഖകനോട് ഈ ഓൺലൈനിൽ ഒരാൾ പുനലൂർ സ്വദേശിയായ ഒരാൾ ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത് ഈ ബസ്സുകൾക്കുള്ളിൽ എന്ത് വെക്കണം, CCTV വെക്കണം. അതുപോലെ ട്രെയിനിൽ വേണം. ട്രെയിനിൽ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. ബസ്സുകൾക്കുള്ളിൽ, അതായത് സാധാരണ ബസ്സുകൾക്കുള്ളിൽ പോലും CCTV ക്യാമറ സ്ഥാപിക്കണം. കാരണം മറ്റൊന്നുമല്ല, ബുക്ക് ചെയ്ത സീറ്റിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ സീറ്റിൽ ഇരുന്നാൽ, ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്ന പുരുഷൻ പോലും അയാളുടെ സീറ്റിൽ ഒരു സ്ത്രീ ഇരുന്ന് അവരോടൊന്ന് എണീറ്റ് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പീഡന കുറ്റമാകുന്ന കാലമാണ്. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന കാലമാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ബുക്ക് ചെയ്തു, കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് അയാൾ യാത്ര ചെയ്യുകയാണ്. ആ ബസ് ദീർഘദൂര ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. കോട്ടയത്ത് ഭാഗത്ത് വെച്ച് ഒരു സ്ത്രീ ബസ്സിൽ കയറുന്നു. ഇയാൾ പുറത്ത് വാഷ്റൂമിൽ പോയ സമയത്താണ് ഈ സ്ത്രീ കയറിയിട്ട് ഇയാളുടെ സീറ്റിലിരിക്കുന്നു. ഇയാളുടെ സീറ്റിലിരുന്ന് ഒരു കുട്ടിയുമുണ്ട്. അപ്പോൾ ഇയാൾ തിരികെ വന്ന് കണ്ടക്ടറോട് പറയുന്നു, ഞാൻ ബുക്ക് ചെയ്തതാണ്. അതിൻ്റെ ഡിജിറ്റൽ തെളിവൊക്കെ കാണിച്ച് ആ സ്ത്രീയോട് കുട്ടിയെ മാറ്റിയിരുത്താനും ആ സ്ത്രീക്ക് സമീപം ഇയാൾ ഇരുന്ന് യാത്ര ചെയ്യുകയാണ്. ഇയാൾ യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ സ്ത്രീ ഉറങ്ങിപ്പോകുന്നു. യുവതി ഉറങ്ങിയിട്ട് ഇയാളുടെ തോളത്താണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇയാൾക്കാകെ പരിഭ്രമമാണ്, പേടിയാണ്. ഇയാൾ മൊബൈൽ ഫോൺ ഓണാക്കി വെച്ച് സ്വന്തം ദൃശ്യം എടുക്കുകയാണ്. കാരണം ഒന്നും ചെയ്യുന്നില്ല എന്ന് ആളുകളെ വിളിച്ചറിയിക്കണമല്ലോ. അല്ലെങ്കിൽ ഈ പെണ്ണ് എണീറ്റിട്ട്, അല്ലെങ്കിൽ ഈ യുവതി എണീറ്റിട്ട് പറയും, ഇയാൾ എന്നെ കടന്നു പിടിച്ചു, അല്ലെങ്കിൽ ഇയാൾ എന്നെ കയറി പിടിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ തീർന്നില്ല. അയാളും അയാളുടെ കുടുംബവും ആകെ വിഷണ്ണ അവസ്ഥയിലാകും. അതുകൊണ്ട് അയാളുടെ സെൽഫി വീഡിയോ പകർത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ബസ് ഒരു വലിയ ഗട്ടറിൽ വീണപ്പോൾ ആ യുവതി ചാടി എണീറ്റു. എണീറ്റപ്പോഴാണ് ഈ അപരിചിതനായ ചെറുപ്പക്കാരൻ്റെ തോളത്താണ് അവർ കിടന്ന് ഉറങ്ങിയത് എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നത്. ഏതായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അയാൾ പറയുന്നത് ഒരു CCTV ഉണ്ടെങ്കിൽ ഇത് സംഭവം CCTV-യിൽ പതിയുമല്ലോ, നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അവരെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് CCTV വേണമെന്നാണ് ആവശ്യം. ഈ 10-15 സംഭവങ്ങൾ, ഇൻസിഡൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പൊതുജനവും പറയും, ഒരു CCTV ക്യാമറ അതിനകത്തുണ്ടെങ്കിൽ, ആ യൂണിറ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്ന ആൾ ശരിക്കും ഇങ്ങനെ നടക്കുന്നുകൊണ്ടാണല്ലോ വാർത്ത വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഈ സ്ത്രീകൾ തന്നെ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന സംഭവം അറിയാം. PSC പരീക്ഷയ്ക്ക് കമ്പൈൻ സ്റ്റഡിക്ക് പോയിട്ട് കോട്ടയത്ത് നിന്ന് ഒരു യുവതി ബസ്സിൽ കയറുന്നു. രാത്രി വൈകിയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ബസ്സിൽ കയറുന്നു. രാത്രി വൈകി യാത്ര ചെയ്ത് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ദുബായിലും മറ്റ് പല രാജ്യങ്ങളിലും പലയിടങ്ങളിലും രാത്രി മുഴുവനും സ്ത്രീകൾ തെരുവിൽ നടന്നാലും പ്രശ്നമില്ല. നമ്മളിവിടെ രാത്രി യാത്രയൊക്കെ സംഘടിപ്പിച്ച് സ്ത്രീകൾക്ക് ഊർജ്ജം പകരുകയും സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങിയാൽ ആകെ അവതാളത്തിലാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ഈ യുവതി അവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് ബസ്സിൽ കയറുന്നു. അപ്പോൾ കൊല്ലത്തേക്കുള്ള യാത്രയാണ്, കൊല്ലത്ത് ഇറങ്ങണം. അപ്പോൾ ഒരു വ്യക്തി, ഒരാൾ അവിടെ ഇരുന്നിട്ട് മുഷ്ടിമൈഥുനം ചെയ്ത് കാണിക്കുകയാണ്. പലതവണ ഈ പെൺകുട്ടി കാണുന്നുണ്ടെന്ന് ഉറപ്പാകുന്നു. അപ്പോൾ ഈ പെൺകുട്ടി കാണാൻ വേണ്ടി തന്നെ അയാൾ ചെയ്യുന്നു. എന്നിട്ട് ആ പെൺകുട്ടി ആ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ എടുത്തു. എന്നിട്ട് കൊല്ലത്ത് ആ യുവതി ഇറങ്ങിയപ്പോൾ കൊല്ലത്ത് ഈ യുവതി ഒറ്റയ്ക്കായിരിക്കും പോവുക. ഈ യുവതിയെ കടന്നു പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ച് അയാളും കൂടെ ഇറങ്ങിയിട്ട് പുറകെ പോവുകയാണ്. പുറകെ പോയപ്പോൾ യുവതിയുടെ സഹോദരൻ വന്ന് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീടാണ് വാർത്തയാകുന്നതും വീഡിയോ പുറത്തു വരുന്നതും. ഈസ്റ്റ് പോലീസ് കേസെടുക്കുന്നതും പ്രതിയെ പിടികൂടുന്നതും. പെയിൻ്ററായിരുന്നു ഇയാളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നാട്ടുകാർ വീട്ടിൽ വന്ന് ബഹളം കൂട്ടിയപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ആ ഭാഗത്തെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മുങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. അത് ഒരു സംഭവം. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും KSRTC ബസ്സിൽ സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നു. ഇത് ഒന്നുകിൽ മറ്റ് കുറേ യാത്രക്കാരുണ്ടാകുമല്ലോ, ഒന്നോ രണ്ടോ യാത്രക്കാരെങ്കിലും ബസ്സിലുണ്ടാകുമല്ലോ, അല്ലാതെ പിന്നെ കണ്ടക്ടറും ഡ്രൈവറും ഉണ്ടാകുമല്ലോ.
ചില ബസ്സിൽ കയറുമ്പോൾ നമ്മൾ അസാധാരണമായ ചില രംഗങ്ങളൊക്കെ കാണും. കമിതാക്കളായ ആളുകൾ, പ്രത്യേകിച്ച് ഈ കോളേജ് സ്റ്റുഡൻസും +2 സ്റ്റുഡൻസും ഒക്കെ ബസ്സിൽ കയറിയിട്ട് അവർ ഇഴുകിച്ചേർന്നിരിക്കുന്നതും എന്താണ് പല പൊതുസമൂഹത്തിൽ പലരും ചെയ്യാൻ മടിക്കുന്നതുമായ പല കാര്യങ്ങളും ബസ്സിനുള്ളിൽ വെച്ച് ചെയ്യുന്നുണ്ട്. ഈ ഷട്ടറൊക്കെ താഴ്ത്തിയിട്ടിട്ട് ഓടുന്ന ബസ്സിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടാലും കണ്ടക്ടർമാരോ അല്ലെങ്കിൽ ഈ മുതിർന്ന ആളുകളോ ഒന്നും ചോദിക്കാറില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത് കാണിച്ചു കൂട്ടുന്നത്, ഇങ്ങനെ ബസ്സിനുള്ളിലാകാമോ, പൊതുവിടത്ത് ഇങ്ങനെ ആകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സദാചാര ഗുണ്ടായിസമാകും, പിന്നെ പ്രശ്നമാകും, പുകിലാകും. നിങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടാകും ഇത്തരം ദൃശ്യങ്ങൾ. അത് സ്വാഭാവികം പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഈ ലൈംഗിക അതിക്രമങ്ങൾ, ഈ എന്താണ് മുഷ്ടിമൈതനം ചെയ്ത് കാണിക്കുക, മുണ്ടഴിച്ച് കാണിക്കുക, പാൻറ്റിൻ്റെ സിബഴിച്ച് കാണിക്കുക, അതൊക്കെ ലൈംഗിക വൈകൃതങ്ങളാണ്. ഒരു സ്ത്രീക്ക് മുന്നിൽ അങ്ങനെ പൊതു ബോധമില്ലാതെ പൊതു ഇടത്തിൽ അങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ലൈംഗിക വൈകൃതങ്ങളാണ്. ഇത്തരം ലൈംഗിക വൈകൃതമുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർ അത് ചെയ്തോ എന്ന് ഉറപ്പിക്കാനും, തെറ്റ് ചെയ്തിട്ടുണ്ടോ, പ്രതിയാണോ എന്ന് ഉറപ്പിക്കുന്നതിനും CCTV സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും ആനവണ്ടിയിലെങ്കിലും ട്രെയിനിൽ അവർ കേന്ദ്ര സർക്കാർ റെയിൽവേ മിനിസ്ട്രി അത് സ്ഥാപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം പല അപകടങ്ങളും ട്രെയിനിൽ സംഭവിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, തൃശ്ശൂരിലൊരു വീട്ടമ്മ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അവരുടെ ബാഗ് പിടിച്ചു പറിക്കാൻ ഒരു മോഷ്ടാവ് ശ്രമിക്കുന്നു. അത് പ്രതിരോധിക്കുന്നതിനിടെ അവരെ തള്ളി താഴെയിടുന്നു. ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്ക് ആ അമ്മയ്ക്ക് ജീവിതം തിരികെ കിട്ടി. 64 വയസ്സുള്ള ആ അമ്മയ്ക്ക് ജീവിതം തിരികെ കിട്ടി. ചെറിയൊരു പരിക്ക് മാത്രമേ ഏറ്റുള്ളൂ. ട്രെയിൻ വേഗത്തിലായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ പ്രതികളെ തിരിച്ചറിയുന്നതിനും പ്രതികൾ ആരാണെന്നറിയുന്നതിനും എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയുന്നതിനും ഒരു CCTV ക്യാമറ എല്ലാ കമ്പാർട്ട്മെന്റിലും ട്രെയിനിൽ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ KSRTC ബസ്സിലും സ്ഥാപിക്കണം എന്നാണ് ഈ പൊതുജനം ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയിൽ റിപ്പോർട്ടർ TVയുടെ ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടതാണ്. പിന്നെ പല ആളുകളും പലതും കളിയാക്കുന്നുമുണ്ട്. ഈ പോങ്ങന്മാരാണോ ബസ്സിലിരിക്കുന്ന മറ്റ് യാത്രക്കാർ? ഇങ്ങനൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പോലീസിനെ അറിയിക്കണം. പോലീസ് വന്ന് അയാളെ കൈയോടെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാനൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന പല ആളുകളും ശ്രമിക്കണം. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കണമെങ്കിൽ പൊതുജനം കൂടി ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഏതായാലും KSRTC ബസ്സിൽ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ. ഇമാതിരി ആരെങ്കിലും തൊട്ടിത്തരം കാണിച്ചാൽ കൃത്യമായി അവിടെ വെച്ച് തന്നെ കരണക്കുറ്റി അടക്കം ഒന്ന് പൊട്ടിക്കാനും നിരപരാധിയാണെങ്കിൽ അയാളെ ക്രൂശിക്കാതിരിക്കാനുമുള്ള സന്മനസ് പൊതുജനം കാണിക്കണം. അതാണ് വേണ്ടത്.